ഇന്നത്തെ യാത്രയിൽ മടിയിൽ എൻ്റെ ശാന്തമോൾക്ക് പകരം ഇരിക്കുന്നത് നമ്മൾ ഓമനിച്ചുണ്ടാക്കിയിട്ടുള്ള നമ്മളെ കേക്കാണ് കേട്ടോ. കൃഷ്ണൻ്റെ പടം വരച്ചിട്ടുള്ള കേക്കില്ലേ ഇന്നലെ അപ്ലോഡ് ചെയ്തത്, അത് മടി വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ യാത്രയൊക്കെ പോകുന്നത്. അതിനിടയ്ക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് ഒരാൾ ഭയങ്കര ഗംഭീര ഭക്തിയോട് കൂടി ഒരു റൗണ്ടെല്ലാം അടിച്ചിട്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ശ്രീശൈലത്തിലോട്ടാണ്. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ അവർ നമുക്ക് പൂവ് തന്നിട്ടാണ് കേട്ടോ സ്വീകരിക്കുന്നത്. ഹാപ്പി വെൽക്കം എന്ന് പറയും തരുന്ന സമയത്ത്. കഴിഞ്ഞ തവണ പോയപ്പോൾ കോസ്മോസ് ആയിരുന്നു കിട്ടിയിരുന്നത്. ഇപ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾക്ക് മൂന്നർക്കും നല്ല ചെമ്പരത്തി പൂവാണ് കിട്ടിയത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് മുരളിച്ചേട്ടനാണ് കേട്ടോ പൂവെല്ലാം തന്ന് നമ്മളെ സ്വീകരിക്കുന്നത്. നിങ്ങളെയും കൂടെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മോള് വേഗം തന്നെ അവരെ കൂടെയൊക്കെ മിങ്കിളായി പെട്ടെന്ന് തന്നെ പോവുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ അച്ഛനാണ് അവിടെ ആദ്യമായിട്ട് വന്നതെന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ ഉണ്ടല്ലോ ഈ ഭാഷയ്ക്കോ പല ഭാഷയിലുള്ള ആൾക്കാരുണ്ട്, പല മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. ജാതി, മതം, ഭാഷ, നിറം, പ്രായം ഒന്നിനും ഒരു വകഭേദം ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അത്രയും സ്നേഹത്തോടെ ഒരുമിച്ച് കഴിയുന്ന ആളുകളാണ് ഇവിടെ നമുക്ക് കാണുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ ഭയങ്കര എക്സൈറ്റഡാണ്. ആരാണ് മുറിക്കുക, എങ്ങനെയാണ് മുറിക്കുക, കൈയെല്ലാം ഒരുമിച്ച് പിടിച്ച്. അപ്പോൾ ഇത് ഞാൻ എടുത്ത വീഡിയോ അല്ല കേട്ടോ, അവിടുത്തെ ചേച്ചി എനിക്ക് എടുത്തു തന്ന വീഡിയോ ആണ്. അപ്പോൾ ഇവർ കട്ട് ചെയ്യുന്ന സമയത്ത് ചേച്ചി പറഞ്ഞ് ക്ലാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലാപ്പ് ചെയ്ത ശേഷം നല്ല കോമഡിയാണ് കേട്ടോ. ഇവരിത് കട്ടിങ് നിർത്തുന്നില്ല. ഇവർ കൈമുട്ടൽ എപ്പോഴാണോ നിർത്തുന്നത് അതുവരെ കേക്ക് പീസാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ചിലപ്പോൾ എനിക്ക് തോന്നി ഇവർ വിചാരിച്ചിട്ടുണ്ടാവും എല്ലാവർക്കും കൊടുക്കാനുള്ള കേക്ക് ഇവർ തന്നെ മുറിക്കുകയാണ് എന്നുള്ളത്. നോക്കിക്കേ, അത് മുഴുവൻ ഇവർ മുറിച്ചെടുക്കുന്നുണ്ട് കേക്ക് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് പറയും പോലെ ചില ആൾക്കാർ വിചാരിക്കും അമ്മമ്മ മരിച്ച ദിവസം അവിടുന്ന് അവർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മോളെ ബർത്ത്ഡേ ആണോ ചോദിച്ചിട്ടുണ്ട്. അറിയാത്ത ആൾക്കാരെ, കഴിഞ്ഞ തവണ പോയ ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അമ്മമ്മ മരിച്ച ദിവസം എന്തുകൊണ്ടാണ് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ വിചാരിക്കുന്നത് അമ്മമ്മയുടെ പേരിൽ വേദനിച്ചിങ്ങനെ ഇരുന്ന് ജീവിതം തീർക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ പേരിൽ സന്തോഷങ്ങൾക്കുള്ള കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു സംഭവം അതാണ് കേട്ടോ. അമ്മമ്മയുടെ പേരിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുക, അതിൽ നമ്മൾ സന്തോഷിക്കുക എന്നുള്ളത്. ഈ പാട്ട് പാടുന്ന കലാകാരൻ നമ്മളെ അബിയാണ് കേട്ടോ. നന്നായിട്ട് പാട്ട് പാടും. നിങ്ങളൊന്ന് കേട്ട് നോക്കുക അദ്ദേഹത്തിൻ്റെ പാട്ട്. ഇതുപോലെ ആസ്വദിച്ച് പാടാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ശരിക്കും നമ്മൾക്കാണ് എന്തെല്ലോ ചെറിയ പ്രശ്നമുള്ളതെന്ന് എനിക്ക് തോന്നും. കാരണം ഇവരൊക്കെ നിഷ്കളങ്കരായിട്ട് ജീവിതത്തിൽ അത്രയും ആസ്വദിച്ച് അവരെ കഴിവുകൾ അവർ തന്നെ ആസ്വദിക്കുക, നിസ്സാരമായ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുക. ഈ പണത്തിനും പ്രശസ്തിക്കും സ്ഥാനമാനത്തിനും വീടിനും കാറിനും വേണ്ടി മരണപ്പാച്ചിൽ പാഞ്ഞിട്ട് ജീവിതം അവസാനിച്ച് പോകുന്നതിനേക്കാൾ കൂടുതൽ ഒരു പൂവ് കിട്ടിയാൽ പോലും ഇവർക്ക് വളരെയധികം സന്തോഷമാണ്. അത്രത്തോളം മനസ്സിനെ പാകപ്പെടുത്തിയിട്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം ശരിക്കെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരെന്നെ കൈകൊട്ടി അത് ആസ്വദിച്ച് പാടുന്ന കണ്ടോ, അതും വളരെ നിഷ്കളങ്കരാണ് കേട്ടോ. നമ്മളോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ് ഞാൻ പാട്ട് പാടട്ടെ, വീഡിയോ എടുക്കുമോ എന്നൊക്കെ ഉള്ളത്. ഒരാൾ കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് ചേച്ചി ഞാൻ നല്ലോണം പാട്ട് പാടുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മളത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും അവർക്ക് കാണുമ്പം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരിക്കും കേട്ടോ. ഇവരെ പേര് ഞാൻ മറന്നുപോയതാണേ, സോറി. അത് കഴിഞ്ഞിട്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ അടുത്തുനിന്ന് ഒരു അച്ഛൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ ചേച്ചീനെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ബിരിയാണി ഇഷ്ടമാണ് അച്ഛൻ എന്നുള്ളത്. അപ്പോൾ പിന്നെ ഇനി എന്തായാലും അവിടേക്ക് ബിരിയാണിയൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഒരു ദിവസം പോകണം കേട്ടോ. ഇവർ പറയുന്ന കാര്യങ്ങൾ എൻ്റെ കയ്യിലുള്ള ചരട് തരുമോ, അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ആ ചരടിന് വേണ്ടിയിട്ടല്ല, നമ്മളോടുള്ളൊരു വല്ലാത്തൊരു സ്നേഹം ഉണ്ടല്ലോ. എല്ലാവരെയും കയറി വരുന്ന എല്ലാവരെയും സ്നേഹിക്കുക, സ്നേഹം അതാണ് മെയിൻ. ഇത് മുരളിയേട്ടനാണ് കേട്ടോ. ഞങ്ങളൊരു ഫോട്ടോ എടുക്കുകയാണ്. ഞാൻ ഭയങ്കര ഫോട്ടോയുടെ ആളാണെന്നാണ് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അവരും ഹാപ്പി, ഞാനും ഹാപ്പി. പിന്നെ ഈ ഷെൽഫിൽ വെച്ചിരിക്കുന്നത് മുഴുവനും ഇവിടെയുള്ള ആളുകൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കുറേ സംഭവങ്ങളാണ്. ഇതൊക്കെ പാക്ക് ചെയ്യാനുള്ള കവർ പോലും അവർ തന്നെ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ മുരളിയേട്ടൻ നമുക്ക് ഇതെല്ലാം പറഞ്ഞു തരുന്നുണ്ട്, എന്തൊക്കെ സാധനമാണ്, എങ്ങനെയൊക്കെ ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. കുറേ സോപ്പുണ്ട്, ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ട്, മെഴുകുതിരി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതിൽ നമ്മളിവിടുന്ന് മാക്സി വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. മാക്സി, സോപ്പ്, പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്.
ഇതിന് മുമ്പ് വന്നപ്പോഴും നമ്മൾ സാധനം വാങ്ങിച്ചിട്ടുണ്ടോ. നല്ല സോപ്പാണ്, ഭയങ്കര സ്മെല്ലും നല്ല പതയുള്ള നല്ല എന്താ പറയുക നാച്ചുറൽ സോപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അത്. അപ്പോൾ മുരളിയേട്ടൻ എനിക്ക് നല്ല മാക്സിയൊക്കെ എടുത്ത് തരുന്നുണ്ട്. അതിലൊരെണ്ണം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് എന്താ അറിയോ, നമ്മളിപ്പോൾ മരിച്ചു പോയ ഒരാൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ടാസ്ക്. അങ്ങനെ ജീവിക്കാൻ കഴിയുന്നത് വളരെ ഭാഗ്യമുള്ളൊരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കും. ഇപ്പം ഞാൻ തന്നെ എൻ്റെ പിതൃക്കളെ ആലോചിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛനെ അല്ല എൻ്റെ അമ്മേനെ അറിയാം, അമ്മമ്മേനെ അറിയാം, കൂടിപ്പോയാൽ അമ്മമ്മേൻ്റെ അമ്മേനെ അറിയാം. പരമാവധി ആലോചിച്ചാൽ നമുക്ക് അവരുടെ അമ്മേനെ അറിയാം, അതിനപ്പുറത്ത് നമുക്ക് അറിയില്ല അല്ലേ. അതേപോലെ ആയിരിക്കും നമ്മൾ ഓരോരുത്തരും. അപ്പോൾ പരമാവധി നമ്മളിലൂടെ മരിച്ചു പോയവർ ജീവിക്കട്ടെ എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതിന് മുമ്പ് പോയ ഫോട്ടോസാണ്.